ഇവിടുന്ന് പറന്നു പോയി അമ്മയുടെ തലയിൽ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. മണിക്കുട്ടോന്നൊന്ന് വിളിച്ചതേ ഉള്ളൂ. വാ അവനെ കൊണ്ടുവാ. വിശന്നിട്ടായിരിക്കും കേട്ടോ, രാവിലെ വിശന്നിട്ടുണ്ടാവും. ഇങ്ങോട്ടൊക്കെ കറങ്ങിയിട്ട് വന്നതാ ഇപ്പോൾ. വാ കുഞ്ഞു വാ, എങ്ങോട്ടാ കറങ്ങിയിട്ട് വന്നതാ, വിശന്നിട്ടുണ്ട്. കണ്ടപ്പോഴത്തേക്ക് പറന്നു വന്നിരിക്കുക. തരും എടുത്തോണ്ടൊന്നും വരത്തില്ല, അവനും കൂടെ കയറി വരും. എടുത്തോന്നും വേണ്ട, കണ്ടില്ലേ, ഞാനും കൂടെ വന്നോളാൻ പറഞ്ഞു. എനിക്ക് അവിടെ എടുത്തോണ്ട് വരാൻ വേണ്ടി നിൽക്കാനുള്ള ക്ഷമയൊന്നുമില്ല. കഴിച്ചാട്ടാ. ഓ അവന്റെ മുന്നോട്ട് വെച്ചു അവൻ പറ്റുന്നതിനല്ലോ. പിന്നെ തന്നെ തിന്നെ എല്ലാരും വഴക്ക് പറയാം നമ്മെ. വേണ്ടേ ഇന്നെ കാണുന്നേ എല്ലാരും വഴക്ക് പറയുന്നു. തന്നെ കൊത്തി തിന്ന് പഠിപ്പിക്കുക, ശീലവാക്കല്ലേ, വായി വെച്ചെന്ന് കേട്ടോ. അമ്മേ എല്ലാരും വഴക്ക് പറയുന്നു, കാണുന്നവരൊക്കെ, നിന്റെ വീഡിയോ കാണുന്നവരൊക്കെ പറയുവാണേ തന്നെ കൊത്തി തിന്ന് പഠിക്കാൻ, വായി വെച്ച് ഇങ്ങനെ കൊടുപ്പിക്കല്ലെന്ന്. ആ ഒന്ന് മോൻ തന്നെ തിന്നാ മതി കേട്ടോ. ഞാന് ഇന്നൊരു 2 മത്തി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ദിവസമായിട്ട് തിന്നുമെന്ന് നോക്കാം നമുക്ക്. അവർക്ക് കൊടുക്കും. കൊഞ്ചല് മാറ്റാ, കഴിക്കുഞ്ഞേ. അത് ഞാൻ വായി വെച്ച് കൊടുക്കാൻ. വായി വെച്ച് കൊടുക്കാത്ത അമ്മയെ നോക്കി കരയുന്നുണ്ടോ? കണ്ടോ, അവനെ തന്നെ കഴിക്കാൻ വരില്ല, അവന് അമ്മ എടുത്തു കൊടുക്കണം. വേറെ ഇനി വീട്ടിൽ കൂട്ടുകാർക്ക് കൊടുക്കാൻ പോവല്ലേ? കൂട്ടുകാർക്ക് കൊടുക്കാൻ പോവാ. ഞാൻ ടാറ്റാ പോവാ. ഞാൻ ടാറ്റാ പോവാ. വരുന്നോ? അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവാ. അമ്മയോടെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ എന്റെ പുറകെ നടക്കും. അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ബഹുമാനം പോവാണോ? അമ്മ അവിടെ പയറും ചീരയൊക്കെ നടാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു കണ്ടോ, അതുണ്ടോ? കുറെ പച്ചക്കറി വിത്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്ന് ഇതിനകത്തെല്ലാം ഒന്ന് പാകാൻ. ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ചെല്ലാം നനച്ച് വെച്ചിരിക്കുക. കൃഷിഭവനിൽ നിന്ന് മേടിച്ചാൽ അതിങ്ങനെ. ഇന്നലെ എല്ലാം ഞാൻ നനച്ച് വെച്ചിരിക്കും. ഇനി അത് പയറിൻ്റെ തൈ എല്ലാം എടുത്ത് പാകണം. മുഞ്ഞയായി ഇല്ലേ, ഒരു വെളുത്ത മുഞ്ഞ വരുന്നത്. അപ്പൊ കൃഷിഭവനിൽ നിന്ന് അവര് വളം മേടിച്ചോണ്ട് വന്നിട്ട് ഇന്ന് സ്പ്രേ ചെയ്യും. മേടിച്ചിട്ടുണ്ട്. ഇന്ന് സ്പ്രേ ചെയ്യണം. അത് മുഞ്ഞ നല്ല ഭംഗിയായിട്ടുണ്ടായ തക്കാളിയായിരുന്നു. ഇവിടെ എന്തോ മാങ്ങാൻ നോക്കാൻ വന്നോടാ. പഴുത്തിട്ടില്ല കേട്ടോ, ഒന്നും പഴുത്തിട്ടില്ല. പക്ഷെ അകത്ത് ആദ്യമൊക്കെ ഉണ്ടായി, എവിടെ പോയത് ഒരു പിടുത്തമില്ല. അതൊക്കെ ഒത്തിരി കൊഴിഞ്ഞു പോയി. ഈ മാങ്ങ ഉണ്ടല്ലോ പഴുത്ത് തറയെ വീഴത്തേ ഉള്ളൂ. അതെ നിന്ന് പഴുത്ത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. തറയെ വീണ് കിടക്കുന്ന കാരണം എല്ലാം ഒരു പച്ച കളറിലാണ് നിൽക്കുന്നത്. പഴുത്താലേ ഇത് പച്ച കളറാ അതല്ലേ. നമ്മുടെ തെറ്റിയെല്ലാം പൂവായിട്ടുണ്ട്. നല്ല കളറായതില്ലേ, തെറ്റിപ്പൂവിനെ നല്ല കളറാണ്. നല്ല കരയുവാ കണ്ടോ. എന്തോ വേണ്ടേ, എന്തോ നിനക്ക് വേണ്ടേ? എൻ്റെ മഞ്ചാടിക്കുരു മുറിക്കകത്തുനിന്ന് എടുത്തത് ഞാൻ ഇവിടെ കൊണ്ടിട്ടതാ. കഴിഞ്ഞ ദിവസം അതിനകത്ത് കയറി കൊത്തി എടുത്തതാ. 2 വിത്തുണ്ടല്ലേ, ബാക്കിയെല്ലാം ചെറുത. 2 എണ്ണേ ഉള്ളൂ. നല്ല താമരപ്പൂ വിരിയാനായി. നിൽക്കട്ടെ, ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുക. എന്താ വേണ്ട നിനക്ക്? എൻ്റെ പുറകെ നടക്കുന്നേ എന്താ വേണ്ടേ? വേണ്ടേ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇഷ്ടത്തിന് കുളിക്കട്ടെ. രാവിലെ അമ്മ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചോ ഇന്ന്. അല്ല കുറച്ചു നേരം മണിക്കുട്ടൻ്റെ കൂടെ കളിച്ചു. ഇനിയിപ്പം രാവിലത്തെ പരിപാടി പുട്ടാ. രാവിലെ പരിപാടി പുട്ടാണോ?
ആ ഞാനത് പറഞ്ഞു. രാവിലെ മണിക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം മണിക്കുട്ടൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യും. എന്നിട്ട് അവനവിടെ പോയി. അവൻ പോയി. അവൻ മറന്നു പോയി. ഇനി വരും, വിശപ്പാകുമ്പോൾ വരും. ഇപ്പൊ പകല് മൊത്തം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുക. എവിടുന്നാ ചേച്ചി ചക്ക? ചക്ക ഇന്ന് ഒരാൾ തന്നതാ, പഴുത്തതാ കേട്ടോ. നമ്മുടെ പ്ലാവിലൊന്നും ചക്ക ഇല്ലല്ലോ. അങ്കിളിൻ്റെ അശോകൻ അങ്കിളിൻ്റെ ഒരു ഫ്രണ്ട് തന്നാണേ. നല്ല നിറമുണ്ടില്ലേ ഇത് കണ്ടിട്ട്. നമ്മുടെ ചെമ്പരത്തി വരിക്ക, തേൻ വരിക്ക പോലെ ഉണ്ടല്ലേ. നല്ല മധുരം കാണും ഇല്ലേ? തിന്നു നോക്കിയേ. ജാനകി കഴിച്ചു നോക്കടി. ഞാൻ തന്നെ കഴിക്കാം. കൊള്ളാമോ? സൂപ്പറാ. ചക്ക തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അടത്താനാ ഞാൻ ചക്കപ്പഴം എല്ലാத்தைയും അടത്തി എടുത്തിട്ടുണ്ടേ. അപ്പം നമുക്ക് ഈ അരിമാവിനകത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. തിന്നാറ് എപ്പോഴും നമ്മൾ ചക്കപ്പഴം അല്ലേ തിന്നുന്നേ. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ ഏത്തക്കാപ്പൊക്കെ വറുക്കുന്ന പോലൊക്കെ വറുത്താൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചിടാം. മണിക്കുട്ടൻ വന്നോ? ഓ ഇതുവരെയും വന്നില്ല. ഉച്ചയ്ക്ക് പോയതാ കേട്ടോ. ഇനി എവിടെ പോയെന്നോ, ജിന്നൻ്റെ കൂട്ട് പോയോ ഒന്നും അറിയത്തില്ല. രാവിലെ ഇവിടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇത് കളിച്ചു. ചിലപ്പോ കൂട്ടുകാരോട് പോയതായിരിക്കും. വരുമായിരിക്കും. വൈകിട്ട് വിശപ്പാകുമ്പോൾ വരും. അവിടെ ആയിട്ടുണ്ടേ. ചക്കപ്പഴമൊക്കെ ദേ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നീ കഴിച്ചു നോക്കിയിട്ട് അറിയാം സൂപ്പറാണോ ഇല്ലയോ എന്നുള്ളത്. ആ സൂപ്പറാണോ? കുറച്ചോ? സൂപ്പറാ. ആ ഞാൻ കഴിച്ചു. അപ്പൊ ചക്കപ്പഴം കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്ത് വെക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാ അല്ലേ? നല്ലതല്ലേ? വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ടാറ്റ.